അമർന്ന ഇസ്രായേലിൻ്റെ ചിത്രമാണ് ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത്. ഇത് തൊട്ട് മുമ്പാണ് അമേരിക്കയിൽ ഇതുപോലൊന്നും ഉണ്ടായത്. പലരും ചർച്ച ചെയ്യുകയാണ്. ഓരോ നിരപരാധികളായ ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഒരു മനുഷ്യത്വം ഇല്ലാതെ കൊന്നൊടുക്കാൻ ധൃതി കാണിക്കുന്ന ഒരു ഭരണകൂടത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് എന്ന് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നു. ദൈവം കൊടുത്ത ശിക്ഷയാണെങ്കിലും അല്ലെങ്കിലും ഒരു പർവ്വതം കത്തിയമരുമ്പോൾ നമ്മൾ ഇത്ര വേദനിക്കുന്നുവെങ്കിൽ ഒരു നിരപരാധിയായ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പം അതിൽ നമ്മൾ എത്രമാത്രം വേദനിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഭീകരവാദികൾ, രാഷ്ട്രീയ ഗുണ്ടകൾ, മതത്തിൻ്റെ പേരിൽ ഉപയോഗപ്പെടുത്തുന്ന ഗുണ്ടകൾ നമ്മുടെ നാട്ടിലെ നിരപരാധികളായ 26 ജീവനുകളെടുത്തപ്പം നമ്മൾ എത്രമാത്രം കരഞ്ഞു എന്ന് ചിന്തിച്ച് നോക്ക്. ഇതുപോലെ ലക്ഷക്കണക്കിന് ജീവനുകളാണ് ഈ ഒരു ഭരണകൂട ഭീകരതയുടെ പേരിൽ, മറ്റേതോ ആൾക്കാർ ചെയ്ത ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഒരുപാട് നിരപരാധികൾ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ പറ്റിയത്. ഒരുപക്ഷെ പണ്ട് ഹിറ്റ്ലർ എന്ന ക്രൂര ഭരണാധികാരി ഒരുപാട് നിരപരാധികളായ മനുഷ്യന്മാരെയാണ് തൻ്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കിയത്. ഒരു ജീവൻ്റെ വില നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ നാട്ടിലോ നമുക്കോ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മളത് മനസ്സിലാക്കിയതുമാണ്. കാശ്മീർ എന്ന സുന്ദര പ്രദേശത്ത് അവിടെ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിച്ച് എന്നും പരസ്പരം അടികൂടിയവരാക്കാൻ വേണ്ടി നമ്മുടെ ശത്രുരാജ്യം കുറച്ച് രാഷ്ട്രീയ ഗുണ്ടകളെ മതത്തിൻ്റെ പേരും പറഞ്ഞ് വിട്ടപ്പം ഇവിടെ വൈരാഗ്യങ്ങൾ സൃഷ്ടിക്കാൻ ബത്തപ്പാടുണ്ടാക്കിയപ്പം നമ്മൾ മനസ്സിലാക്കിയതാണ് അവർ ചെയ്ത ചെയ്തികളെക്കാളും നമ്മൾ വേദനിച്ചത് നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാരുടെ ജീവനുകളെക്കുറിച്ച് ഓർത്താണ്. ജാതിയും മതവും നോക്കിയില്ല. നമ്മുടെ നാട്ടിൽ നമ്മുടെ മനുഷ്യകുലത്തിലൊരു മനുഷ്യൻ നിരപരാധി മരിച്ചു വീഴുമ്പം നമ്മളോരുത്തരും തേങ്ങി. ജാതിയും മതവും വിഭാഗീയതകളും പറഞ്ഞ മനുഷ്യരൊന്നായി ആ മനുഷ്യർക്ക് വേണ്ടി, ആ ജീവന് വേണ്ടി നമ്മൾ ഇത് ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യ ജീവൻ അമൂല്യമാണ്. വലിയൊരു രാഷ്ട്രത്തെക്കാളും ഭൂമിയേക്കാളും വിലയുണ്ട് ഒരു മനുഷ്യ ജീവന് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മനുഷ്യ ജീവന് അന്യായമായി അപഹരിക്കാൻ ഒരു ഭീകരവാദിക്കോ, ഒരു രാഷ്ട്രീയ ഭീകരവാദിക്കോ, രാഷ്ട്ര ഭീകരവാദിക്കോ അർഹതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലിലെ തീപിടുത്തം നമ്മൾ വിഷമിക്കുന്നുണ്ട്. അതിൽ മനുഷ്യൻ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമ്മെ സന്തോഷിപ്പിക്കുമ്പോഴും എവിടെയോ ഭരണകൂടത്തിന് മാറി ചിന്തിക്കാൻ, നിരപരാധികളെ കൊന്നൊടുക്കലും ചിന്തിക്കാൻ, മനുഷ്യത്വം നഷ്ടപ്പെടാത്ത, സ്നേഹം പറ്റി വളരാത്ത, കാരുണ്യം പറ്റി വളരാത്തൊരു ഹൃദയം ഭരണകൂടത്തിനോ ഭരണകൂട ഭീകരവാദികൾക്കോ അല്ലാത്ത മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പറഞ്ഞ് ഭീകരവാദം കാണിക്കുന്ന തീവ്രവാദിക്കോ ഉണ്ടാവട്ടെ എന്നാണ് ഇത്തരം ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നത്. മനുഷ്യജീവൻ അമൂല്യമാണ്. ഒരു നിരപരാധിയും വധിക്കപ്പെടരുത്. ഒരു നിരപരാധിയും ജീവൻ അപഹരിക്കപ്പെടരുത്.